നമസ്കാരം, വെൽക്കം ടു ദ ഇന്ത്യ പ്രസ്. എൻ്റെ പേര് കൃഷ്ണരാജ്. നിങ്ങൾ ഒരു ബാങ്കിംഗ് മേഖലയിലെ തൊഴിൽ, അതും ഒരു ഓഫീസർ തസ്തികയിലെ ഒരു തൊഴിൽ നിങ്ങളുടെ മനസ്സിൽ ഒരു ലക്ഷ്യമായി ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ച സമയമാണ്, അല്ലെങ്കിൽ ഏറ്റവും മികച്ച ഒരു സാഹചര്യമാണ് ഒത്തു വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ത്യയിലെ ഏറ്റവും റെപ്യൂട്ടേഷനുള്ള ബാങ്കുകളിലൊന്നായ IDBI ബാങ്ക് ഒരു ജംബോ റിക്രൂട്ട്മെൻറ്റ് തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ജംബോ റിക്രൂട്ട്മെൻറ്റ് ഞാൻ ഉദ്ദേശിച്ചത് 600 വേക്കൻസീസാണ് അവർ അനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഒരു പ്രമുഖ ബാങ്കായ IDBIയെ സംബന്ധിച്ച് 600 വേക്കൻസീസ് ഒരുമിച്ച് അനൗൺസ് ചെയ്യുക എന്ന് പറയുമ്പോൾ വലിയ നമ്പേഴ്സാണ്. ഈ അവസരം എങ്ങനെ ഉപയോഗിക്കാം, എങ്ങനെ ഈ ഓപ്പർച്യൂണിറ്റി ഗ്രാബ് ചെയ്യാം, എന്തൊക്കെയാണ് എലിജിബിലിറ്റി, സാലറി സ്ട്രക്ചർ എങ്ങനെ അപ്ലൈ ചെയ്യണം, ഈ കാര്യങ്ങളെല്ലാം ആയിരിക്കും ഞാൻ ഈ വീഡിയോയിൽ പറയുക. അതുകൊണ്ട് ദയവായി ശ്രദ്ധയോടെ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണുക. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. ഓൾറെഡി ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ IDBI ബാങ്ക് 600 അവസരങ്ങളാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. അതായത് ജൂനിയർ അസിസ്റ്റൻറ്റ് മാനേജർ എന്ന ഒരു തസ്തികയിലേക്ക് 600 വേക്കൻസീസാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഇത് ഡിഗ്രി സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൽ ഭൂരിപക്ഷം വേക്കൻസീസും ബാക്കിയുള്ള കുറച്ച് വേക്കൻസീസ് സ്പെസിഫിക് ഡിഗ്രികൾ ഉള്ളവർക്ക് വേണ്ടി റിസർവ് ചെയ്തേക്കുന്നതാണ്. അതൊരു സ്പെഷ്യലിസ്റ്റ് വേക്കൻസിയാണ്. അതെന്തൊക്കെയാണ് എന്ന് നമുക്ക് ഒന്ന് കാണാം. ഇതിനകത്ത് ജനറൽ കാറ്റഗറി അല്ലെങ്കിൽ ജനറൽ ആപ്ലിക്കേഷൻ, അതായത് ജനറലിസ്റ്റ് കാറ്റഗറി എന്നവർ പറയുന്നത് പൊതുവായിട്ടുള്ള ബാങ്കിങ് മേഖലയിലെ ബാങ്കിങ് ഓഫീസർ തസ്തികകൾ തന്നെയാണ്. ജൂനിയർ അസിസ്റ്റൻറ്റ് മാനേജർ തസ്തികകൾ ജനറലിസ്റ്റ് കാറ്റഗറി, ഒരു ജനറൽ തസ്തികയാണത്. 500 വേക്കൻസീസാണ് അവിടെ അനൗൺസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു സ്പെഷ്യൽ തസ്തികയുണ്ട്, അതിൽ 100 വേക്കൻസീസാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് ടോട്ടൽ 600 വേക്കൻസീസ്. ഇതിൽ ഓരോ സോൺ തിരിച്ചാണ് ഇന്ത്യയിൽ ഇവർ ഈ വേക്കൻസികൾ നമുക്ക് ലഭ്യമാക്കുന്നത്. അതായത് കേരളം ഒരു സോണാണെങ്കിൽ തമിഴ്നാട് മറ്റൊരു സോൺ, ആന്ധ്ര, കർണാടകയൊക്കെ വേറെ സോണുകളായിട്ടാണ് വരിക. അപ്പോൾ കേരള സോണിൽ മാത്രം 30 വേക്കൻസീസ് ഉണ്ട് ഈ 600 വേക്കൻസീസിൽ. ഇന്ത്യയിൽ മൊത്തം 600, കേരളത്തിൽ മാത്രമായി 30 വേക്കൻസീസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ഇതിനകത്തൊരു ഓൺലൈൻ എക്സാം ഉണ്ടായിരിക്കും. അതിനെ ബേസ് ചെയ്തായിരിക്കും ആദ്യത്തെ സെലക്ഷൻ നടക്കുക. അത് അവർ അനൗൺസ് ചെയ്തിട്ടുള്ളത് ഡേറ്റ് എക്സാക്റ്റ് പറഞ്ഞിട്ടില്ല. പക്ഷേ ഡിസംബർ 2024, അതായത് അടുത്ത മാസം, അഥവാ 2025 ജനുവരി മാസം ആയിരിക്കും ആ ഓൺലൈൻ എക്സാം വരുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. പിന്നെ ഇതിനകത്ത് എലിജിബിലിറ്റി ക്രൈറ്റീരിയ 2 ആയിട്ടാണ് പറയുന്നത്. അതായത് ജനറലിസ്റ്റ് കാറ്റഗറി 500 വേക്കൻസീസ് അവിടെയാണെന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ എലിജിബിലിറ്റി ആദ്യം ഞാനൊന്ന് പറയാം. ഏതെങ്കിലും ഒരു ഡിഗ്രി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത ആളാണെങ്കിൽ 60% മാർക്ക് നിങ്ങളുടെ ഡിഗ്രിക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ജനറലിസ്റ്റ് കാറ്റഗറിയാണ് ഏറ്റവും കൂടുതൽ വേക്കൻസീസ്, 500 വേക്കൻസീസ്. അതിന് ഏതെങ്കിലും ഒരു ഡിഗ്രി മതി, 60% മാർക്കോടെ പാസ്സായിരിക്കണം. ഇനി സ്പെഷ്യലിസ്റ്റ് വേക്കൻസീസ് ഞാൻ പറഞ്ഞു, അത് 100 വേക്കൻസീസ് ആണുള്ളത്. ഈ സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുമ്പോൾ അഗ്രി അസറ്റ് ഓഫീസർ എന്ന് പറയുന്ന ഒരു തസ്തികയാണ്. പ്രത്യേകിച്ച് IDBI ബാങ്കിൻ്റെ ഒരു സ്പെഷ്യലൈസേഷൻ, അല്ലെങ്കിൽ അവരുടെ ഒരു മുഖമുദ്ര തന്നെ ഒരു അഗ്രികൾച്ചറൽ റിലേറ്റഡ് ക്രെഡിറ്റ്സ് ഒക്കെ കൊടുക്കുന്ന സ്ഥാപനം എന്നുള്ള രീതിയിലാണ്. കർഷകൻ്റെ അവർക്ക് വേണ്ടിയുള്ള കുറേ അധികം പ്രോജക്ട്സ് അവർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അഗ്രി അസറ്റ് ഓഫീസർ എന്ന് പറഞ്ഞ ഒരു തസ്തികയാണ് 100 എണ്ണം. അപ്പോൾ അതിൽ കുറച്ച് സ്പെഷ്യലിസ്റ്റ് കാറ്റഗറിയാണ്. ചില ഡിഗ്രികൾ കംപ്ലീറ്റ് ചെയ്തവർക്ക് മാത്രമേ ആ 100 വേക്കൻസികളിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. BSc അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, BSc അഗ്രി എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് BTech ഇൻ അഗ്രി എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ BSc ഇൻ ഫിഷറീസ് സയൻസ്, BSc ഇൻ അഗ്രോ ഫോറസ്ട്രി, BSc ഇൻ സെറികൾച്ചർ. ഇത്തരത്തിലുള്ള കോഴ്സുകൾ ഏതെങ്കിലും ഒന്നായിരിക്കണം. അതാണെങ്കിലും 60% മാർക്ക് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. പിന്നെ ഈ 2 സെഗ്മെൻറ്റിലും അവർ പറയുന്നത് കമ്പ്യൂട്ടർ നോളജ് മസ്റ്റായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അടിസ്ഥാന കമ്പ്യൂട്ടർ, പ്രത്യേകിച്ച് എക്സൽ പോലുള്ള കാര്യങ്ങളൊക്കെ നല്ല ധാരണ ഉണ്ടാക്കി വെക്കുക. ഇൻ്റർവ്യൂസിലും അവരുടെ ടെസ്റ്റിലും ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം അവർ വ്യക്തമായി പറയുന്നുണ്ട് കമ്പ്യൂട്ടർ നോളജ് ഇസ് എ മസ്റ്റ്. അപ്പോൾ അടിസ്ഥാനപരമായ കമ്പ്യൂട്ടർ നോളജ്, പ്രത്യേകിച്ച് MS ഓഫീസൊക്കെ ഹാൻഡിൽ ചെയ്തുള്ള നല്ല നോളജ്, അതിൽ തന്നെ എക്സൽ നോളജ്. പിന്നെ നിങ്ങൾ ഏത് സോണാണോ അപ്ലൈ ചെയ്യുന്നത് ആ സോണിലെ റീജിയണൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ കേരളത്തിൽ നിന്നാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ കേരളത്തിലെ റീജിയണൽ ലാംഗ്വേജ് മലയാളം അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ
നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സ് എവിടെയാണോ ആ സോണിലേ നിങ്ങൾ അപ്ലൈ ചെയ്യാവൂ. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സ് മഹാരാഷ്ട്രയാണെങ്കിൽ നിങ്ങൾക്ക് മഹാരാഷ്ട്ര സോണിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഒരു പ്രശ്നം, മറാഠ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സ് മഹാരാഷ്ട്രയിലെ എവിടെയെങ്കിലും തന്നെ ആയിരിക്കണം. അപ്പോൾ അതൊന്ന് പ്രത്യേകം ഓർക്കുക. അപ്ലൈ ചെയ്യുന്ന സോണിലെ സ്ഥിരതാമസക്കാരനായിരിക്കണം, അല്ലെ സ്ഥിരതാമസക്കാരി ആയിരിക്കണം. ആ ലാംഗ്വേജ്, നേറ്റീവ് ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. ഏജ് ഇവർ പറയുന്നത് 20-നും 25-നും ഇടയ്ക്കുള്ളവരായിരിക്കണം എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. പിന്നെ നാച്ചുറലി എന്താ പറയുക, നമ്മുടെ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, ഭിന്നശേഷിക്കാർ ഇങ്ങനെയുള്ളവർക്കൊക്കെയുള്ള പ്രത്യേക പരിഗണന, ആ ഇളവുകൾ നിയമാനുസൃതമായി തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. സെലക്ഷൻ ഒരു ഓൺലൈൻ ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും, ഒരു ഇൻ്റർവ്യൂവും ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് രണ്ടുമാണ് സെലക്ഷൻ്റെ പ്രധാന കാര്യങ്ങൾ. അതിൻ്റെയോടൊപ്പം തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും, ഒരു ബേസിക് മെഡിക്കൽ ടെസ്റ്റും ഉണ്ടാവും. അതൊന്നും വലിയൊരു സെലക്ഷൻ ക്രൈറ്റീരിയ ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. നിങ്ങളൊരു ഫിറ്റാണ് എന്ന് ഉറപ്പാക്കാനുള്ള ഒരു മെഡിക്കൽ ഫിറ്റ്നസ്സും അതുപോലെ തന്നെ ഒരു സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും. പ്രധാനമായും ടെസ്റ്റും ഇൻ്റർവ്യൂവുമായിരിക്കും. അതിൽ ടെസ്റ്റ് ഓൺലൈൻ ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. കേരളത്തിൽ 10 എക്സാം സെൻറ്റേഴ്സ് ഉണ്ട്. ആലപ്പുഴ, കണ്ണൂർ, കൊച്ചി, എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം, തൃശ്ശൂർ, ലക്ഷദ്വീപിൽ കവറത്തി, ഇത്രയും സ്ഥലങ്ങളിൽ നമുക്ക് എക്സാം സെൻറ്റേഴ്സ് ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. സാലറി സ്ട്രക്ചർ 6.14 lakhs to 6.5 lakhs, 6.14 മുതൽ 6.5 ലക്ഷം വരെയാണ് അതിൻ്റെ ഒരു ആനുവൽ സാലറി വരുന്നത്. അതുകൊണ്ട് നല്ലൊരു പാക്കേജ് തന്നെയാണ്, സ്വപ്നതുല്യമായ ഒരു ജോലി തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് തന്നെയാണ് സെൻഡ് ചെയ്യേണ്ടത്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, ഏത് വെബ്സൈറ്റിൽ കയറി അപ്ലൈ ചെയ്യണം എന്നൊക്കെ ഉള്ളത്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ November 30th ആണ്. അപ്പോൾ അതിനുള്ളിൽ വെൽ അഹെഡ് അപ്ലൈ ചെയ്യാനായി ശ്രമിക്കുക. ആമുഖത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ബാങ്കിങ് മേഖല നോക്കുന്നവർക്ക് ഒരു സ്വപ്നതുല്യമായ ജോലിയാണ്. കാരണം ഒരു അസിസ്റ്റൻറ്റ് മാനേജർ പൊസിഷനിലേക്ക് IDBI ബാങ്ക് പോലെയുള്ള ഒരു റെപ്യൂട്ടഡ് ബാങ്കിലേക്ക് എത്തിപ്പെടാനുള്ള, അതും ഒരു 6.14 to 6.5 സാലറിയിൽ എത്തിപ്പെടാനുള്ള അവസരമാണ്. അതുകൊണ്ട് ഒട്ടും സമയം കളയാതെ ഒന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ടെസ്റ്റിന് വേണ്ടി ഒന്ന് പ്രിപ്പയർ ചെയ്യാനും ശ്രമിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഒരു വീഡിയോ ഈ ചാനലിലൂടെ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഒന്ന് ഹിറ്റ് ചെയ്യുക, ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ എല്ലാ ദിവസവും ജോബ് ഓപ്പർച്യൂണിറ്റി റിലേറ്റഡ് അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ അപ്ഗ്രേഡ് റിലേറ്റഡ് വീഡിയോസ് ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. വൺസ് അഗൈൻ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു ഓൾ ദ ബെസ്റ്റ്.